പാർവതി, ഞാൻ നിന്നെ കുറെ നേരമായിട്ട് ഫോണിൽ വിളിക്കുന്നു. എന്റെ ഫോണ് ഓഫായി പോയി. നീ നിന്റെ അച്ഛനോടും അമ്മയോടും പ്രിയനെ കുറിച്ച് പറഞ്ഞോ? ഇപ്പോഴുള്ള അവസ്ഥയില് എനിക്ക് അവരോട് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ലെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു. നീ എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്തത്? നിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നത്. പക്ഷേ നീ ഞാൻ പറയുന്നത് കേക്കില്ലല്ലോ. ഇനി എന്റെ മുന്നില് വേറെ വഴിയൊന്നുമില്ല. ഞാൻ തന്നെ നിന്റെ വീട്ടുകാരെയെല്ലാം ഫോണിൽ വിളിച്ച് അറിയിച്ചോളാം. ദയവേത് എന്റെ വീട്ടുകാരെ ഒന്നും അറിയിക്കരുത് മുക്തൻ. എനിക്ക് കൈലാഷിന്റെ ഫ്യൂച്ചറാ വലുത്. കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത് നീയാണ്. വേണ്ട മുക്തൻ, വേണ്ട. കൈലാഷ് സാറിനോട് ഞാൻ സംസാരിച്ചോളാം. അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിപ്പിച്ചോളാം. നീ പറഞ്ഞാൽ കൈലാഷിന്റെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല. പ്രിയന്റെയും നിന്റെയും കല്യാണം നടക്കുക മാത്രമാണ് ഇനി ഒരു സൊല്യൂഷൻ. എന്നാൽ മാത്രമേ കൈലാഷിന്റെയും അവന്റെ ഫാമിലിയുടെയും എന്തിന് എന്റെ ജീവിതത്തിലും സമാധാനം ഉണ്ടാകൂ. ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേ പറ്റൂ. വേണ്ട മുക്തൻ, വേണ്ട. ഞാൻ നിന്റെ കാല് പിടിക്കാം. വേണ്ട മുക്തൻ. നീ എന്തിനാ ഇവളുടെ കാല് പിടിക്കുന്നേ? ദേ, നിന്റെ ഭരണമൊക്കെ കമ്പനിയിൽ മതി. ഇവളെ ഇവിടെ വെച്ച് ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓ, കൊറേ നാളായിട്ട് നിന്റെ ശല്യം ഇല്ലായിരുന്നു. ഇപ്പൊ തിരിച്ചെത്തിയല്ലോ. നിങ്ങൾ ഇവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇവളോട് സംസാരിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. നിനക്ക് എപ്പോ മുതലാ പാറുവിനോട് ഇത്ര കരുതൽ തോന്നി തുടങ്ങിയത്? എനിക്ക് ഇവളുടെ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ല. പ്രിയന്റെ ഇവളുടെയും കല്യാണം നടന്നു കഴിഞ്ഞാ കൈലാഷ് ഇവളെ അങ്ങ് മറന്നോളും. എനിക്കത് മതി. അത് ഇവളുടെ പേഴ്സണൽ കാര്യമാണ്. ഇവളുടെ വീട്ടിൽ എപ്പോ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇവളാണ്. നീ ഇതിലിടപെടേണ്ട കാര്യമില്ല. നിനക്ക് വിശദീകരണം തരേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ ഇവളുടെ വീട്ടിൽ വിളിച്ച കാര്യങ്ങൾ പറയാൻ പോവാ. നീ അതിര് കടക്കുന്നുണ്ട്. അടങ്ങി നിൽക്കുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് മുക്തയാ. നീ ഒന്നും അത് ചോദ്യം ചെയ്യാറായിട്ടില്ല. നിന്നോടൊക്കെ പ്രതികരിക്കാതിരുന്നതാ ഞാൻ ചെയ്ത തെറ്റ്. ദയവ് ചെയ്ത് എന്റെ കൂട്ടുകാരികളെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോ. അവന്തികേ വാ. മുക്ത ഇവിടെ പാടക്കാൻ വന്നേ ഇങ്ങോട്ട് വാ. പോ. അവള് വന്ന് നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങളെ വിളിച്ചാ പോരെ? അതെ, നീ എന്തിനാ ഇവളുടെയൊക്കെ കാലിൽ വീടാൻ നിൽക്കുന്നേ? മുക്തയ്ക്ക് നീ പ്രഗ്നന്റ് ആണെന്നറിയോ? ഭാഗ്യം. അവൾക്ക് ചെറിയൊരു സംശയം പോലും തോന്നരുത്. അവള് നിന്നെ നശിപ്പിക്കാനായി ഇറങ്ങി തിരിച്ചവളാ. അവളെ സൂക്ഷിക്കണം. നാളെ നമുക്ക് നിന്റെ ഡോക്ടറെ പോയി കാണാം. ഇതിനെന്താ പോകുമ്പോഴെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നീ വാ. നിങ്ങൾ വരാൻ എന്താ ഇത്രയും വൈകിയേ? ബസ് വരുന്ന വഴിക്ക് കേടായി. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ ബസ് സ്റ്റാൻഡ് വരെ എത്തി. അപ്പോ നിന്റെ അച്ഛനെ പരിചയമുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു. പിന്നെ അവരോട് സംസാരമായി, ചായ കുടിയായി. അങ്ങനെ കുറെ സമയം വൈകിപ്പിച്ചു. എന്നിട്ട് അച്ഛൻ എവിടെ? ദേ വരുന്നുണ്ട്. അച്ഛാ. എന്താ മോളെ, അമ്മ എന്റെ കുറ്റം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല, ബാക്കിയുണ്ട്. കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്നുള്ള ബോധമില്ലാതെ വെറുതെ കണ്ണി കണ്ടവരോടൊക്കെ സംസാരിച്ച് നടന്നോളൂ.
അമ്മ എന്തിനാ പേടിക്കുന്നേ? ഇവിടെ ഒരു കുഴപ്പം ഉണ്ടായില്ല. ആ നീതും പിള്ളേരും ഒക്കെ എവിടെ പോയി? നീ ഇത്രയും ദിവസം ഒറ്റയ്ക്കാണോ കഴിഞ്ഞത്? അല്ല അമ്മേ, അവർ ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ വരാൻ നേരം ആയപ്പോ ഞാൻ അവരോട് പോവാൻ പറഞ്ഞതാ. മോളെ, എന്താ അച്ഛാ? കാർത്തിക് പാറുവിനെ കാണാറുണ്ടെന്ന് നിനക്കറിയായിരുന്നു? എന്തിനാ വീട്ടിൽ വന്ന് കേറി ഉടനെ അവനെ കുറിച്ച് സംസാരിക്കുന്നത്? നീ മിണ്ടാതിരിക്കേ. ഞാൻ നിന്നോടല്ല ചോദിച്ചേ. ഓ, ചോദിച്ചതിന് ഉത്തരം പറ മോളെ. പാറു എന്നോടെല്ലാം പറഞ്ഞായിരുന്നു. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിന്നെ ഈ കുടുംബത്തെയും അവൻ ചതിച്ചത് നീ മറന്നുപോയോ? കല്യാണത്തിന്റെ അന്ന് താലി അണിയേണ്ട നിന്റെ കഴുത്തില് അവൻ കാരണം സാരിക്കുടുക്ക് വീണില്ലേ? ദൈവത്തിന്റെ കൃപ കൊണ്ടാ നീ രക്ഷപ്പെട്ടെ. നിന്നെ ഒരു അമ്മയെ പോലെ കണ്ട് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാത്ത പാറു നിന്നിൽ നിന്നും അകന്നു കഴിയാൻ കാരണക്കാരൻ അവനല്ലേ? ആ ദുഷ്ടനാണോ ചേച്ചി അനിയത്തിയും കൂടി മാപ്പ് നൽകുന്നേ? കുടുംബത്തിലുള്ളവർ തെറ്റ് ചെയ്യുമ്പോ അവരെ നേർവഴിക്ക് കൊണ്ടുവരാനല്ലേ നമ്മൾ ശ്രമിക്കണ്ടേ? ചെയ്തു പോയത് തെറ്റാണെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. അത് പറഞ്ഞ് അവൻ ഒരുപാട് കരഞ്ഞു. ഞാനും കൂടിയല്ലേ അവനെ വളർത്തിയത്. എനിക്ക് അനിയനായിട്ട് അവൻ ഒരുത്തനല്ലേ ഉള്ളൂ. എന്റെ കല്യാണത്തിന് അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയതുകൊണ്ടാ. മതി, നിർത്ത. നീയും നിന്റെ അമ്മയും വളർത്തിയത് മനുഷ്യനെയല്ല, ഒരു പാമ്പിനെയാ. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന പാമ്പ്. ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എല്ലാം അവൻ ഏറ്റെടുക്കുന്ന നാട്ടുകാരെല്ലാം പറഞ്ഞു. അത് കേട്ട് ഞാനും അവന്റെ മീതെ ഒരുപാട് വിശ്വാസം വെച്ചിരുന്നു. എല്ലാവരുടെയും വിശ്വാസം തകർത്തിട്ടല്ലേ അവൻ ആ പെണ്ണിന്റെ കൂടെ പോയത്? ഇനി അവനെ വിശ്വസിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തി വെക്കരുത്. പല കാര്യങ്ങളിലും അച്ഛൻ പലർക്കും വിട്ടുവീഴ്ച ചെയ്യുന്നത് നീ കണ്ടു കാണും.